നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന കെ.എൻ.എ. ഖാദർ ഗുരുവായൂർ അമ്പലത്തിലെത്തി ക്ഷേത്ര ദർശനം നടത്തുകയും കാണിക്കയിട്ട കൈകൂപ്പി തൊഴുകയും ചെയ്ത സംഭവത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നുവരുന്നത്. സമസ്ത നേതാക്കളടക്കം കെ.എൻ.എ. ഖാദറിന്റെ ഈ പ്രവൃത്തിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. മതേതരത്വം എന്നാൽ ഇത്തരം കാട്ടിക്കൂട്ടലുകൾ അല്ലെന്നും യഥാർത്ഥ മതേതരത്വം എന്നാൽ മറ്റു മതങ്ങളുടെ ആശയങ്ങളെ മാനിക്കലാണെന്നും അല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കപട മതേതരവാദികളുടെ ലക്ഷണമാണെന്നുമാണ് കെ.എൻ.എ. ഖാദറിന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെതിരെ ഉയർന്നുവന്ന പ്രധാന വിമർശനങ്ങൾ. കേരളത്തിൽ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനുമെല്ലാം ഒന്നിച്ച് ഐക്യത്തോടെ കഴിയുന്നത് പരസ്പരമുള്ള വിശ്വാസങ്ങളെ പണയം വെച്ചുകൊണ്ടല്ല, മറിച്ച് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എന്നതിനപ്പുറം ഞങ്ങളെല്ലാം മനുഷ്യനാണെന്ന മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. മതേതരത്വം എന്നാൽ ഇതര മതങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ആവശ്യാനുസരണം സ്വീകരിക്കലല്ലെന്നും ഇതൊന്നുമില്ലാതെ മനുഷ്യർ ഐക്യത്തോടെ കഴിയുന്ന മണ്ണാണിതെന്നും കെ.എൻ.എ. ഖാദറിനെ പലരും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ വിമർശനമാണ് കെ.എൻ.എ. ഖാദറിനെതിരെ വിവിധ മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇപ്പോഴിതാ കെ.എൻ.എ. ഖാദറിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഗുരുവായൂർ മണ്ഡലം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കെ.എൻ.എ. ഖാദർ ഗുരുവായൂർ അമ്പലത്തിലെത്തി ഗുരുവായൂരപ്പനെ തൊഴുത് പൂജ നടത്തിയത് മുസ്ലിം സമുദായത്തോടുള്ള അവഹേളനവും ഇസ്ലാം മതനിന്ദയുമാണെന്ന് ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ടി അബ്ദുറഹ്മാൻ ബാക്കഫി അഭിപ്രായപ്പെട്ടു. മുസ്ലിങ്ങളുടെ മൗലിക വിശ്വാസമായ ഏകദൈവ ദർശനത്തിന് വിരുദ്ധമായി ബഹുദൈവാരാധന നടത്തിക്കൊണ്ടുള്ള സമുദായ പാർട്ടിയായ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ ഈ പ്രവൃത്തിയെ പാർട്ടി നേതൃത്വം ഗൗരവത്തിലെടുക്കുകയും സ്ഥാനാർത്ഥിത്വം റദ്ദു ചെയ്യുകയും ചെയ്യണമെന്ന് അബ്ദുറഹ്മാൻ ബാക്കഫി ആവശ്യപ്പെട്ടു. മുസ്ലിം സമുദായ പാർട്ടിയുടെ നേതാക്കൾ സ്ഥാനലബ്ധിക്കു വേണ്ടി അടിസ്ഥാന വിശ്വാസത്തെ തന്നെ ബലി കഴിക്കുകയും ഹിന്ദുത്വ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയും ചെയ്യുന്ന സമീപനം മുസ്ലിം കേരളം ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഓരോരുത്തർക്കും ഇണങ്ങിയ മതവിശ്വാസവും ആരാധനാരീതിയും സ്വീകരിക്കാൻ എല്ലാ പൗരന്മാർക്കും എന്ന പോലെ പാർട്ടി നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും അവകാശമുണ്ട്. എന്നാൽ വോട്ട് മാത്രം ലക്ഷ്യമാക്കിയുള്ള ഇത്തരം പൂജാപ്രാസനം ഹിന്ദുമത വിശ്വാസികൾ പോലും അവജ്ഞ മാത്രമേ ജനിപ്പിക്കുകയുള്ളൂ എന്ന കാര്യം വിഡ്ഢിവേഷം കെട്ടുന്ന നേതാക്കൾ തിരിച്ചറിയണമെന്നും അബ്ദുറഹ്മാൻ ബാക്കഫി പറഞ്ഞു. ലീഗിനുള്ളിലെ ഉപദേശം, താക്കീത്, മാപ്പ് തുടങ്ങിയ മുഖമിനുക്കൽ നടപടികൾ ഇത്ര ഗുരുതരമായ തെറ്റിന് പരിഹാരമല്ലെന്നും അടിയന്തരമായി കെ.എൻ.എ. ഖാദറിനെ പിൻവലിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിയോഗിച്ചുകൊണ്ട് പാണക്കാട്ട് കുടുംബം നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ് മതത്തിന്റെയും സമുദായത്തിന്റെയും യഥാർത്ഥ മതേതരത്വത്തിന്റെയും മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ആർജവം കാട്ടണമെന്നും കേരളത്തിലെ മുഴുവൻ മുസ്ലിം പണ്ഡിതന്മാരും ഇതിനെതിരെ രംഗത്ത് വരണമെന്നും അബ്ദുറഹ്മാൻ ബാക്കഫി ആവശ്യപ്പെട്ടു. മതേതരത്വം എന്നാൽ എല്ലാ മതങ്ങളിൽ നിന്നും അല്പാൽപം എടുക്കലല്ലെന്നും മറ്റു മതങ്ങളുടെ ആശയങ്ങളെ മാനിക്കലുമാണെന്ന് നേരത്തെ തന്നെ കെ.എൻ.എ. ഖാദറിന്റെ ഈ പ്രവൃത്തിക്കെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾ. ഏകദൈവ വിശ്വാസി ഷിർക്ക് ചെയ്തതുകൊണ്ട് മതേതരം പ്രകടിപ്പിക്കുന്നത് കപടതയാണ്. കേരള നിയമസഭയിൽ വേദങ്ങളും ഉപനിഷത്തുകളും ഉദ്ധരിച്ച ആർഷഭാരതീയതയുടെ മാനവികത സമർത്ഥിക്കുന്നത് കേട്ടപ്പോൾ വേദപഠനത്തിലുള്ള ജ്ഞാനത്തിൽ അഭിമാനിച്ചിരുന്നു. ഇസ്ലാമും ഹൈന്ദവതയും മാനവികമാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നത് മതേതരത്തിന്റെ കാതലും കരുതലുമാണ്. അത്രയുമാണ് ഹിന്ദു മുസ്ലിം വിശ്വാസികൾ പരസ്പരം ചേർത്തും നിർത്തുന്നുമുള്ളൂ. മതേതരത്തിനും മാനവികതയ്ക്കും അതിലപ്പുറം ഷിർക്കിനെ സ്വീകരിക്കണമെന്ന ബഹുദൈവ വിശ്വാസികൾക്ക് പോലും ശാഠ്യമില്ല. ഗുരുവായൂരപ്പന് കഴിവുണ്ടെന്ന് മുസ്ലിങ്ങളും വിശ്വസിച്ചാലേ മാനവികമാകൂ എന്ന് ഹൈന്ദവ വിശ്വാസികൾ പോലും പറയില്ല. അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ പടിവാതിൽക്കൽ കത്തിയപ്പോൾ പാഞ്ഞെത്തിയ വന്ദിരായ ശിഹാബ് തങ്ങൾ പിന്തുണ നൽകിയത് ക്ഷേത്രനടയിലെ ദൈവങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടല്ല, ഏറ്റവും നല്ല മതവാദിയും മതേതരവാദിയുമായിരുന്നു തങ്ങളെന്ന് നാം അറിയുകയായിരുന്നു എന്നാണ് കെ.എൻ.എ. ഖാദറിനെതിരെ സമസ്ത നേതാവ് നാസർ ഫൈസി ഫേസ്ബുക്കിൽ കുറിച്ചത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.